എറണാകുളം ബിഷപ്പ് ഹൌസിൽ സിനഡ് കുർബാന അനുകൂലികൾ പ്രതിഷേധിക്കുന്നു. ക്രിസ്മസ് ദിനത്തിൽ സിനഡ് കുർബാന നടത്തിയ വൈദികരെ ആക്രമിച്ചതിനെതിരെയാണ് പ്രതിഷേധം. അതേസമയം ഏകീകൃത കുർബാന പൂർണ്ണമായും നടപ്പാക്കണമെന്ന് MTN ഭാരവാഹി ജോമോൻ ആലക്കുഴ ആവശ്യപ്പെട്ടു. അക്രമികളെ സംരക്ഷിക്കുന്ന നിലപാടാണ് അതിരൂപത നേതൃത്വത്തിൽ നിന്നും. ഇക്കാര്യത്തിൽ തീരുമാനമുണ്ടാകണം വരെ അതിരൂപത ആസ്ഥാനത്ത് സമരം തുടരുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. വിവരങ്ങളുമായി സുധീഷ് ഗോപാൽ ചേരുന്നുണ്ട്. സുധീഷ്, ഈ ഏകീകൃത കുർബാനയെ ചൊല്ലിയുള്ള തർക്കം വീണ്ടും പ്രതിഷേധത്തിലേക്ക് കടന്നിരിക്കുകയാണ്. ഒരു ഒത്തുതീർപ്പിലൂടെ അല്ലെങ്കിൽ സമവായത്തിലൂടെ ഇതിൽ ഒരു തീരുമാനം ഉണ്ടാക്കാമെന്ന് ശ്രമിക്കുന്നുണ്ടെങ്കിലും വീണ്ടും പ്രതിഷേധം ആരംഭിച്ചിരിക്കുന്നു. ഇപ്പോൾ ക്രിസ്മസിന് ശേഷം സിനഡ് കുർബാനയാവണം എല്ലാ പള്ളികളിലും നടത്തേണ്ടതെന്ന ആവശ്യമായിരുന്നു ഉന്നയിക്കപ്പെട്ടത്. ഇത് ആവശ്യപ്പെട്ടുകൊണ്ട് സർക്കുലറും ഇറങ്ങിയിരുന്നു. സിനഡിനെ അനുകൂലിക്കുന്ന മാർപ്പാപ്പയുടെ നിർദ്ദേശം അതാണെന്ന തരത്തിലാണ് ഇവർ മുന്നോട്ട് വെക്കുന്നത്. ഈ സഭാനുകൂലികളാണ് ഇപ്പോൾ പ്രതിഷേധവുമായുള്ളത്. കാരണം ക്രിസ്മസിന് ശേഷം സിനഡ് കുർബാന നടത്താൻ ശ്രമിച്ച സിനഡ് അനുകൂലികളായ വൈദികരെ തടയുകയും ആക്രമിക്കുകയും ചെയ്ത സംഭവങ്ങൾ ഉണ്ടായിരുന്നു. അത്തരത്തിൽ പ്രവർത്തിച്ചവർക്കെതിരെയുള്ള നടപടി, അതോടൊപ്പം തന്നെ ഈ സിനഡ് നിർദ്ദേശം അതിനെ മറികടന്നുകൊണ്ട് വികാരി ജനറൽ ആന്റണി പെരുമായം ഏകീകൃത കുർബാനയ്ക്ക് പകരം ജനാഭിമുഖ കുർബാന നടത്തിയിരുന്നു. അത്തരത്തിൽ സിനഡിന്റെ നിർദ്ദേശം അല്ലെങ്കിൽ മാർപ്പാപ്പയുടെ നിർദ്ദേശം ലംഘിച്ച ആളെ സസ്പെൻഡ് ചെയ്യണം എന്നത് ഉൾപ്പെടെയുള്ള ആവശ്യങ്ങൾ ഇവർ മുന്നോട്ട് വെക്കുന്നു. അതോടൊപ്പം തന്നെ ഈ വികാരികളുടെ ഒരു ട്രേഡ് യൂണിയൻ ഇവിടെ പ്രവർത്തിക്കുന്നുണ്ട്. അത് ഇല്ല, അത് അംഗീകരിക്കില്ല എന്നും അത് പ്രവർത്തിക്കുന്നില്ല എന്ന് വെച്ചാൽ അതിനൊരു അംഗീകാരവും ഇല്ല എന്ന തരത്തിലുള്ള ഒരു പേപ്പറിൽ ഒപ്പിട്ട് അത് എഴുതി നൽകണമെന്നതാണ് പിതാവിനോട് ഇവർ ആവശ്യപ്പെടുന്നത്. ഈ കാര്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് ഇന്ന് ബിഷപ്പുമായി ചർച്ച നടത്തിയത്. അതിൽ തീരുമാനം 1 മണിക്കൂറിനുള്ളിൽ ഉണ്ടായില്ലെങ്കിൽ ഇവിടുത്തെ ഒരു വികാരികളെയും പുറത്തേക്ക് വിടില്ല. ബിഷപ്പ് ഹൗസ് പടിക്കൽ ഇരുന്ന് അവർ ആ ആവശ്യവുമായാണ് ഇപ്പോൾ സമരം ചെയ്യുന്നത്. ഇതേ സാഹചര്യത്തിൽ തന്നെ സിനഡ് വിരുദ്ധ വിഭാഗം ഇല്ല, അതായത് ഒരു തരത്തിലും സിനഡ് കുർബാന നടത്താൻ സാധിക്കില്ല എന്ന തരത്തിൽ അഭിപ്രായപ്പെടുന്നവർ അല്ലെങ്കിൽ ആ രീതിയിൽ നിലപാടെടുക്കുന്നവർ ബഹുഭൂരിപക്ഷമുണ്ട്. അവരുടെ ഭാഗത്തു നിന്നുള്ള ഇത്തരം സഭാവിരുദ്ധ നടപടികൾക്കെതിരെ കർശന നടപടി ഉണ്ടാവണം. അവർക്കെതിരെ ഒരു കാരണവശാലും ഇനിയും ഇത്തരത്തിൽ കുർബാന നടത്തുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. അതിലുപരി അടഞ്ഞു കിടക്കുന്ന പള്ളികൾ തുറക്കണം തുടങ്ങിയ ആവശ്യങ്ങളും ഇവർ ഉന്നയിക്കുന്നുണ്ട്. ആ ആവശ്യം ഉന്നയിച്ചാണ് ഇപ്പോഴും പ്രതിഷേധം തുടരുന്നത്. സുധീഷ്, ഇപ്പോൾ പ്രതിഷേധം തുടർന്നുകൊണ്ടിരിക്കുന്നു. ഏതെങ്കിലും രീതിയിലുള്ള ഒരു ചർച്ചയിലേക്കോ ഈ പ്രതിഷേധം അവസാനിപ്പിക്കാനുള്ള ഒരു സാഹചര്യം അവിടെ നിലനിൽക്കുന്നുണ്ടോ? അതിരൂപതയിൽ നിന്നും ഏതെങ്കിലും രീതിയിലുള്ള പ്രതികരണമോ ഇടപെടലോ ഉണ്ടാകുന്നുണ്ടോ? ഇത് സംബന്ധിച്ച് ഈ ആവശ്യങ്ങൾ, സഭാ അനുകൂലികളുടെ ഈ ആവശ്യങ്ങൾ സംബന്ധിച്ച് 1 മണിക്കൂറിനുള്ളിൽ ബിഷപ്പിന്റെ ഭാഗത്തു നിന്നും ഒരു പ്രതികരണം ഉണ്ടാകണം എന്നതാണ് ഇവർ ആവശ്യപ്പെടുന്നത്. അത്തരത്തിൽ ഒരു അനുകൂല പ്രതികരണം ഉണ്ടാകുന്നില്ല എങ്കിൽ ഇവിടം സ്തംഭിപ്പിച്ചുകൊണ്ട്, ഇല്ലെങ്കിൽ ഇവിടുത്തെ വികാരികളെ പുറത്തേക്ക് ഇറങ്ങാൻ പോലും അനുവദിക്കാത്ത രീതിയിൽ ശക്തമാക്കും പ്രതിഷേധം എന്നാണ് പറയുന്നത്. നിലവിൽ ഇപ്പോൾ ഒരു സംഘർഷാവസ്ഥയോ മറ്റു പ്രശ്നങ്ങളില്ല. പോലീസും ഇവിടെ എത്തിയിട്ടുണ്ട്. പോലീസും ബിഷപ്പുമായി ചർച്ച നടത്തുകയാണ്. ഇതിന് ശേഷമാകും 1 മണിക്കൂറിന് ശേഷം എന്ത് തരത്തിലുള്ള ഒരു തീരുമാനമാണ് ഉണ്ടാകുന്നത് എന്നതിനെ അടിസ്ഥാനപ്പെടുത്തിയാകും സമരത്തിന്റെ ഇനിയുള്ള മണിക്കൂറുകളിലെ സ്വഭാവം മനസ്സിലാക്കാൻ കഴിയുക. ശരി, എറണാകുളം ബിഷപ്പ് ഹൌസിൽ സിനഡ് കുർബാന അനുകൂലികൾ പ്രതിഷേധിക്കുകയാണ്.